ആ ബീഫും കൂടി ഇട്ടോ. ഓ എന്തൊരാർത്തികൾക്ക് ചേട്ടാ എല്ല് കട്ടറുണ്ട്. നിനക്കെന്തൊരു കൊക്കപ്പുഴ അടിപൊളി. അയ്യ തിരക്കി എല്ല് തൊണ്ടേ കൂടി ചത്തുപോയിരുന്നു. ചേട്ടാ കുറച്ചുകൂടി. ബീഫാ ആ ബീഫ്. ആശാൻ ഇതോടെ വെച്ചിട്ടുണ്ടേ. ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചുറങ്ങിക്കും, നല്ല ഉറക്കം കിട്ടും. അയ്യേ, ഞാൻ വെളുത്ത് കഴിക്കില്ല. എനിക്കതിന്റെ കളർ കണ്ട അപ്പ ഛർദിക്കാൻ വരും. അതെന്താ? ഞാൻ പണ്ട് ചാരായ ഷാപ്പിലെ കുക്കായിരുന്നേ. സർക്കാർ ചാരായം നിരോധിച്ചപ്പോ ഞാൻ ആ മുതലാളിയുടെ വീട്ടിലെ കുക്കായി 5 വർഷം. അവിടെ നിന്നാണ് പിന്നെ ഞാൻ കാളിദാസന്റെ വീട്ടിൽ വന്നത്. ആരേ കാളിദാസൻ സാറ്? ചേട്ടൻ പഠിപ്പിച്ച സാറാ? അയ്യേ, കാളിദാസൻ സാറ് സാറല്ല, പിന്നെ പുരാവസ്തു ഗവേഷകനാ. അങ്ങനെ. ഇപ്പൊ എന്നെ കാണാണ്ട് വിഷമിക്കണ്ടോ? അങ്ങനെ തന്നെ വേണം. പിന്നെ എന്തിനാ അവിടെ നിന്ന് പോന്നേ? ശരിക്കും പോരാനുള്ള കാരണം വേറെയാ. അയ്യോ ബാബു ഏട്ടാ, എന്തിനാ ഈ കല്ലിൽ ആട്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ആ ഗ്രൈൻഡറിൽ അരച്ചാ പോരെ? കല്ലേലിട്ട് ഇങ്ങനെ ആട്ടിയെടുത്തല്ല ഉണ്ണിയപ്പത്തിന് തിന്നുമ്പോ മയം ഉണ്ടാവുള്ളൂ. ഓ മയം. എന്നെ പഠിപ്പിക്കണ്ട, മായ പോയേ. ഉണ്ണിയപ്പത്തിൽ കല്ല് കടിച്ചിട്ടേ പല്ല് പുളിച്ചിരിക്കുക കാളിദാസന്റെ. ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൽ നല്ല കല്ല് അടിച്ചത്. ഞാൻ ചോദിച്ചല്ലോ, ചിലപ്പോ മായ ഉണ്ടാക്കിയ കറിയുന്നായിരിക്കും, ഒന്നും അറിയില്ലല്ലോ. ഞാനേ തല്ല് പിടിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ ഗ്രൈൻഡറിൽ ഇത് 10 മിനിറ്റ് കൊണ്ട് ആട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കറക്കി കൈയിട്ട് മാന്താണ്ട്, അതും നല്ല വൃത്തിയായിട്ട്. ഓ, അപ്പൊ എനിക്ക് വൃത്തിയും മേനയില്ല എന്നാണല്ലേ മായ പറഞ്ഞു വരുന്നത്. ഞാൻ നിർത്തി. എന്തൊരു അമ്മായിമ്മ പോര്. ഞാനതൊക്കെ എന്താണ്ട് ആദ്യം ചെയ്യുന്ന പോലെയാ. പോടുന്നു. ബാബു, ബാബു, ബാബുവേ, കൊള്ളാം, വലിച്ചു കയറ്റിക്കോ. ബാബു, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? നീ എവിടെയായിരുന്നു? സാധാരണ ഞാൻ വരുമ്പോ നീ ഗേറ്റ് മുമ്പിൽ വായം പിടിച്ച് നിൽക്കാറിലാണല്ലോ. എന്തു പറ്റി? 2 ഈച്ച പറ്റി. എടാ, മായ പറയുന്നു, നീ കാര്യമായിട്ട് എടുക്കണ്ട. അത് നീ കഷ്ടപ്പെടണ്ടെന്ന് കരുതി പറയുന്നതല്ലേ? നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേടാ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിലെ കല്ല് കടിച്ചിട്ട് പല്ല് പോയെന്ന് പറയണത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഒന്നുമല്ല. ഉണ്ണിയപ്പത്തില അങ്ങനെ പറഞ്ഞോളൂ. എടാ, അത് കല്ല് കടിച്ചു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഉണ്ണിയപ്പത്തി കല്ല് കടിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ചോദിക്കണല്ലോ അവളോട്. എന്നെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. എന്തിനാ ഒളിച്ചുകളി? ഒളിച്ചുകളി എന്തൊക്കെയാ നീ പറയുന്നത്? തൊട്ടെല്ലാം കുറ്റ. അരച്ചാ കുറ്റം, ആട്ടിയാ കുറ്റം, മുറ്റമടിച്ചാ കുറ്റം, വിറക് കൊത്തിയാ കുറ്റം. എടാ ബാബു, അത് പരക്കാനും ആട്ടാനൊക്കെ ഇവിടെ ഹെവി മിക്സി ഉണ്ടല്ലോ, അതാ. ഞാനിതൊക്കെ ചെയ്യണതേ എൻ്റെ ഒരു ശരീര വ്യായാമത്തിനും കൂടിയാ. നാട്ടിലായിരുന്നപ്പോ 2 നേരം കളരി പോയിരുന്ന ആളാ ഞാൻ. എന്തിന്? കസർത്തിന്. ഓ ഓ, അതെ. അതൊന്നും ഇവക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ല. പിന്നെ എടാ ബാബു, നല്ല വിശപ്പുണ്ട്. വിശക്കട്ടെ. നീ വല്ലതും കഴിച്ചോടാ. എടാ, ഞാനിങ്ങോട്ട് വരുമ്പോ നല്ല ഉഗ്ര സ്മെല്ല് അടുക്കളയെന്ന് വരുന്നുണ്ടായിരുന്നു. ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഞാനേ ഇന്ന് പോത്തിറച്ചി കുമ്പളങ്ങ ഇട്ട് വെച്ച്. എന്ത് കുമ്പളങ്ങ? ഇത് പുതിയ പരീക്ഷണമാണ്. ആ സ്മെല്ല് സൂപ്പർ സ്മെല്ലായിരുന്നു. നീ വാടാ, ഇന്നത് കഴിച്ചിട്ട് തന്നെ കാര്യം. പോത്തിറച്ചിയും കുമ്പളങ്ങയും ഉഗ്രൻ കോമ്പിനേഷൻ. നിനക്കാടാ ശരിക്കും പാചകരത്ന അവാർഡ് വരേണ്ടത്. ഉണക്കപ്പടം ഇതാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിടിയും കോഴി വറുത്തരച്ചു വെച്ച കറിയും. കഴിച്ചു നോക്ക്. 2 തേങ്ങ ചേർത്തിരിക്കുന്നത്. ഒന്ന് കഴിച്ചു നോക്ക്. ഇത് എവിടെന്നാ കിട്ടിയേ? എവിടുന്നും കിട്ടിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ പോയപ്പോ. മാർക്കറ്റിൽ ഇതിനാ പറഞ്ഞു വിട്ടേ അല്ലേ? കുറച്ച് പൊളിച്ചു. എടാ ബാബു, ഇത് കണ്ടു പഠിക്കടാ നീ. ഇതാണ് ഫുഡ്. മോഡലാണ് മോനെ. ഈശ്വരാ രക്ഷതു.
ഇത് ശരിയാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയല്ല. ആ ആരാ അടുത്തിരിക്കുന്ന സഹായി? ഗംഭീര നാളല്ലേ? ഓ മകം പെണ്ണുങ്ങൾക്ക് ബെസ്റ്റ് നാളാ. ഡേ, ഈ ബാബുവിന്റെ നാളെന്താ? ആയില്യം ഓ ആണുങ്ങൾക്ക് ബെസ്റ്റ് അല്ലേ? അതാണുങ്ങക്ക്. പക്ഷെ ഇയാളാണാണാണോ? ചക്കളിയാക്കടി. പാവൊന്നുമല്ല. ഇവിടെ അമ്മായിയമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഞാൻ അറിയുന്നില്ലല്ലോ. ഫോൺ എടുത്താലോ അപ്പ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്താ പറയണേന്ന് കേൾക്കാൻ വേണ്ടി. ന്യൂസ് ഏജൻസി എത്ര ചീത്ത പറഞ്ഞാലും അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു പ്രശ്നവുമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞ ഒരു ജീവനാ. അതുകൊണ്ടല്ലേ എത്ര പ്രശ്നം ഉണ്ടായാലും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല, പോകാൻ വേറെ സ്ഥലം ഇല്ലാത്തോണ്ടാ. ശരിയല്ലേ? എന്തൊക്കെയാ നീ പറയുന്നത്? പിന്നെ ഞാനവിടെ നിന്നില്ല. എൻ്റെ കുറച്ച് സാധനങ്ങളുമായിട്ട് ഞാൻ വെളുപ്പിനെ വണ്ടി കയറി. അയ്യോ 8 കൊല്ലം ഞാൻ കാളിദാസാന്റെ കൂടെ നിന്ന്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണം കഴിയണ വരെ. പക്ഷെ പോരണ്ടായിരുന്നു. അവർക്കത് വിഷമാവില്ലേ? ആവണമല്ലോ. പെണ്ണിന്റെ വാക്ക് കേട്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെയോ? അതെ. ഇവിടെ ഞങ്ങള് 4 പെണ്ണുങ്ങളല്ലേ? അയ്യേ, അത് അങ്ങനെയല്ലല്ലോ. പിന്നെ ഇവിടെ വേറൊരാണ് വന്ന് കയറുന്നവരെ ഒരു കുഴപ്പമില്ല. അതുണ്ടാവും മുകളിൽ എന്തായാലും. ആണോ? ഇനി അങ്ങോട്ടും പോണ്ട. ആയിക്കോട്ടെ. നമുക്കിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ അടിച്ച് ജീവിക്കാം. അതെ. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചതായിരുന്നെങ്കിൽ ഇത്രയൊന്നും കഴിക്കില്ല. എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. മാഡം, എൻ്റെ ചമ്മന്തി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കായു? ഏ, ചമ്മന്തി ഇഷ്ടമായില്ലേ? ആശാന്റെ നാട് എവിടെയാ? കൊട്ടാരക്കര. അതെ, ആശാൻ ഇവിടെ കിടക്കാട്ടോ, നമ്മുടെ സ്റ്റോർ റൂമിൽ. അടിപൊളി റൂമാ. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്നെ വെറുതെ കാലത്തുപ്പോ ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയിലുള്ള ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ ഉണ്ടോ? നീ വാശി പിടിച്ച അതേത് സമ്മതിക്കും. ഹലോ അതില്ല, നീ ഹലോ, ഇതോ